ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൾട്ടി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനൊരു എൻട്രി, അതായത് എൻട്രി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനൊരു എൻട്രി പുഷ് ചെയ്യാം. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പം മാർക്കറ്റിൻ്റെ A to Z കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഗുഡ് എൻട്രി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് എൻട്രി എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പം FVG അല്ലെങ്കിൽ വെയിൽ സ്കൂപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, അപ്പം ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ ആ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് പോകുന്ന വഴി പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു യൂസ് മൾട്ടി ടൈം ഫ്രെയിം അനലൈസ് ടു എക്സിക്യൂട്ട് ട്രേഡ്സ്, അതുപോലെ തന്നെ ഹൗ ടു ഡു എ പ്രൊഫഷണൽ ടോപ്പ് ഡൗൺ അനലൈസ്, അതുപോലെ തന്നെ ഹൂ ഇസ് ഇൻ കൺട്രോൾ സപ്ലൈ ഓർ ഡിമാൻഡ്, എ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രേഡിംഗ് റോഡ് മാപ്പ്. അതായത് മാർക്കറ്റിൽ സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടോപ്പ് ഡൗൺ അനലൈസ്, അതുപോലെ തന്നെ യൂസ് മൾട്ടി ടൈം ഫ്രെയിം അനലൈസ് ടു എക്സിക്യൂട്ട് ട്രേഡ്സ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് കാര്യം, വാട്ട് ഈസ് മൾട്ടി ടൈം ഫ്രെയിം അനലൈസ്? മൾട്ടി ടൈം ഫ്രെയിം അനലൈസ് ഈസ് ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് ടെക്നിക്കൽ അനലൈസിസ് ബൈ എക്സാമിനിങ് പ്രൈസ് ആക്ഷൻ ഫ്രം ഹയർ ടൈം ഫ്രെയിം ഡൗൺ ടു ലോവർ വൺസ്. അതായത് നമ്മളിവിടെ മൾട്ടി ടൈം ഫ്രെയിം എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് എന്താണ്, എവിടെയാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ സപ്ലൈ ഓർ ഡിമാൻഡ് ആണോ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന് എത്രത്തോളം മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ സെറ്റപ്പുകളാണ് ഈ ഒരു ടോപ്പ് ഡൗൺ അനലൈസ് അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള സെറ്റപ്പുകളാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ആവാൻ ചാൻസ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാര്യം, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റ് ജനറൽ ഡയറക്ഷൻ, ഹൂ ഇസ് ഇൻ കൺട്രോൾ. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി അല്ലെങ്കിൽ 4 hour ആവാം. അതുപോലെ തന്നെ നെക്സ്റ്റ് അനലൈസിസ് ടൈം ഫ്രെയിം, അതായത് മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ മാപ്പിംഗ്, അതുപോലെ തന്നെ കീ ലിക്വിഡിറ്റി ഏരിയാസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അനലൈസിസ് ടൈം ഫ്രെയിമിൽ പറയുന്ന കാര്യം. അതുപോലെ തന്നെ എൻട്രി ടൈം ഫ്രെയിമിൽ നമ്മൾ കൺഫർമേഷനും ഓർഡർ എക്സിക്യൂഷനുമാണ് നടത്തുന്നത്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ജനറൽ ഡയറക്ഷൻ, ഹൂ ഇസ് ഇൻ കൺട്രോൾ, ഡിമാൻഡ് ഓർ സപ്ലൈ. നെക്സ്റ്റ് അനലൈസിസ് ടൈം ഫ്രെയിം, മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റ് സ്ട്രക്ചർ മാപ്പിംഗ്, കീ ലിക്വിഡിറ്റി ഏരിയാസ്. നെക്സ്റ്റ് എൻട്രി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ കൺഫർമേഷൻസും ഓർഡർ എക്സിക്യൂഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 1 ഹയർ ടൈം ഫ്രെയിം അനലൈസിസ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യാം. അപ്പം ഹയർ ടൈം ഫ്രെയിം അനലൈസ് എന്ന് പറയുമ്പം ഫസ്റ്റ് കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെയിലി അല്ലെങ്കിൽ 4 hour ടൈം ഫ്രെയിം ആണ്. ഹയർ ടൈം ഫ്രെയിം അനലൈസിൽ ഡെയിലി അല്ലെങ്കിൽ 4 hour ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് ട്രെൻഡ്, മാർക്കറ്റിൻ്റെ ആ ഒരു കറണ്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണോ. ആ ഒരു 1 day അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്നു. മേജർ ലോ അല്ലെങ്കിൽ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ എന്ന രീതിയിലുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ, അപ്പം ഫസ്റ്റ് കാര്യം ഡെയിലി 4 hour ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാര്യം പ്രൈസിൻ്റെ കറണ്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കാര്യം കീ സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കുമ്പോൾ മേജർ ഹൈ, മേജർ ലോസ് കാണാം, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കാണാം, അതുപോലെ തന്നെ മാർക്കറ്റിലൊരു ഡെയിലി ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തിന് ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്തിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് എത്രത്തോളം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ എവിടം വരെ മൂവ് ചെയ്യാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു വൺ ഡേ ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1 day ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഡെയിലി റെസിസ്റ്റൻസ് കാണാം. അതിവിടെ നമ്മൾ ജസ്റ്റ്
ഒരു 30 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മാർക്കറ്റിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ കാണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഹൂ ഇൻ കൺട്രോൾ ദ മാർക്കറ്റ്, അതായത് സപ്ലൈ ആണോ അല്ലെങ്കിൽ ഡിമാൻഡ് ആണോ മാർക്കറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കറണ്ടായിട്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഈ ഹയർ ടൈം ഫ്രെയിം അനലൈസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൂ ഇസ് ഇൻ കൺട്രോൾ. ഓക്കെ, അതായത് വാട്ട് മേക്ക് ദിസ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ഓർ ഡിമാൻഡ്, ഐഡൻറ്റിഫൈങ് വിച്ച് സൈഡ് ഈസ് ഇൻ കൺട്രോൾ ഈസ് ക്രൂഷ്യൽ. അതുപോലെ തന്നെ ബിക്കോസ് ഇഫ് യു ഡോണ്ട് നോ വെദർ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ആർ കൺട്രോളിങ് ദ മാർക്കറ്റ്, അതുപോലെ തന്നെ ദർ ഈസ് എ ഹൈ പ്രോബിലിറ്റി യു വിൽ എൻഡ് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 4 hour ടൈം ഫ്രെയിമിൽ, ഓക്കെ, ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇവിടെ നമ്മൾ 4 hour ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെയിലി സപ്ലൈ, ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു സപ്ലൈ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 4 hourലെ ഒരു ഡിമാൻഡ് ഏരിയ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദെൻ ഇവിടെ മാർക്കറ്റ് ആ ഒരു ഡെയിലി സപ്ലൈ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സപ്ലൈ 4 hourൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ആയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു സപ്ലൈ ഏരിയ റെസ്പെക്റ്റ് ചെയ്തത് കൊണ്ടും, ഓക്കെ, ആ ഒരു സപ്ലൈ ഏരിയ, ആ ഒരു ഡെയിലി സപ്ലൈ ഏരിയ മാർക്കറ്റ് ഇവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്തത് കൊണ്ട് ഇനി നെക്സ്റ്റ് ഒരു 4 hourൽ ഒരു ഡിമാൻഡ് ഏരിയ ഈ ഒരു റേഞ്ച് ആയതുകൊണ്ടും, ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ആ ഒരു സപ്ലൈയെ റെസ്പെക്റ്റ് ചെയ്തതുകൊണ്ടും ദെൻ ഇവിടെ ഒരു 4 hour സപ്ലൈ ഉണ്ടായതുകൊണ്ടും ദെൻ ആ ഒരു 4 hour സപ്ലൈ മാർക്കറ്റ് പിന്നീട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ആ ഒരു സപ്ലൈ ആണ്, ആ ഒരു സെൽ സൈഡ് പ്രഷറാണ് മാർക്കറ്റിൽ കൂടുതൽ. ഓക്കെ, ഇനി ദെൻ മാർക്കറ്റ് ഈ ഒരു 4 hourലെ അൺമിറ്റിഗേറ്റഡ് ഡിമാൻഡ് ഏരിയ, ഓക്കെ, അതായത് ഈ 4 hourലെ ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താലോ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റിൽ എന്താണ് ആ ഒരു സപ്ലൈ ആണ് കൺട്രോള്. ഓക്കെ, അതായത് 4 hourലെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെയും സപ്ലൈ ആണ്. നേരെ മറിച്ച് ആ ഒരു 4 hourലെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിമാൻഡ് ഏരിയ, ഓക്കെ, മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ടായി, ഒരു ബൈ സൈഡ് പ്രഷർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ ബൈ സൈഡ് പ്രഷറാണ്, ബയസ് കൺട്രോളാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ആണോ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്, ഓക്കെ, എന്താണ് സെൽ സൈഡ് ആണോ ബൈ സൈഡ് പ്രഷർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിങ്, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നൊരു മാർക്കറ്റ് 1 hourൽ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു, നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പം ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ എന്താണ് ബയസ് പ്രഷറാണ് കൂടുതൽ. ഓക്കെ, ദെൻ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിലൊരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ, എന്താണ് ഈ ഒരു റേഞ്ചിലായിട്ടൊരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 4 hourൽ ആ ഒരു സപ്ലൈ ഏരിയ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ ബയേഴ്സ് ആണോ അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണോ കൺട്രോൾ എന്നറിയണമെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുവാണോ എന്നറിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു സെൽ സൈഡ് പ്രഷറാണോ അല്ലെങ്കിൽ ബൈ സൈഡ് പ്രഷറാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സപ്ലൈ ടേക്സ് കൺട്രോൾ. ഓക്കെ, എന്താണ് സപ്ലൈസ് ടേക്ക് കൺട്രോൾ, മാർക്കറ്റ് ഇവിടെ വന്നു ആ ഒരു 4 hourൻ്റെ സപ്ലൈ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി, ഇവിടെ എന്തുണ്ട് ഒരു എഫിജി ഉണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ദെൻ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തപ്പോൾ, ഓക്കെ, നെക്സ്റ്റ് ഒരു ലോവർ ഹൈ എന്ന് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഎഫിഷ്യൻസി തന്നുകൊണ്ട് മാർക്കറ്റ് പോയപ്പോൾ ഇവിടെ ഒരു ഫ്രഷ് സപ്ലൈ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. ഓക്കെ, അങ്ങനെ സപ്ലൈ ഏരിയ ഉണ്ട്, മാർക്കറ്റ് താഴേന്ന് മുകളിലോട്ട്. ഓക്കെ, ഈ ഒരു ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. കൂടാതെ എന്ത് സംഭവിച്ചു, ആ ഒരു സപ്ലൈ, ഈ ഒരു ഫ്രഷ് സപ്ലൈ എന്തായി, മാർക്കറ്റിൽ പാളിപ്പോയി.
ഓക്കെ, ആ ഒരു ഫ്രഷ് സപ്ലൈ മാർക്കറ്റ് പാളിപ്പോവുകയും ഇനി എന്താണ് നെക്സ്റ്റ് ഉണ്ടാകുന്നത്? ഈ ഒരു ഏരിയയിൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതുകൊണ്ടും മാർക്കറ്റ് ഈ ഏരിയയിൽ നെക്സ്റ്റ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആയി. എന്താണ്? ഒരു പുതിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ആയി. ഇനി ഇപ്പോൾ ഈ ഒരു ടൈമിൽ മാർക്കറ്റിൽ എന്താണ് ആ ഒരു ബൈ സൈഡ് പ്രഷർ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് പോയതുകൊണ്ട് നെക്സ്റ്റ് ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും തന്നുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടും ഈ ഒരു റേഞ്ചിൽ ഓക്കെ ഇവിടെ FEG ഉണ്ട്. സോ ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഹയർ ലോ തന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് ഒരു ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ആയി. ഇനിയുള്ളത് ഇവിടെ ഒരു സപ്ലൈ ആണ്. ഇവിടുത്തെ ഒരു ഫ്രഷ് സപ്ലൈ, അതായത് ഈ ഒരു ഏരിയയിൽ ഉണ്ടായ ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? മാർക്കറ്റിൽ ബയേഴ്സ് ആണ് കൺട്രോൾ. നെക്സ്റ്റ് ഈ ഒരു ഫ്രഷ് സപ്ലൈ, ഈ സപ്ലൈയെ മാർക്കറ്റ് പൊളിച്ചാൽ ഓക്കെ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ബയേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ ഒരു ഫ്രഷ് സപ്ലൈ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയയെ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് ആ ഒരു സെൽ സൈഡ് പ്രഷറാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് നോക്കാം? മാർക്കറ്റിൽ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതുകൊണ്ടും എന്താണ്? അവിടെ സപ്ലൈ ആണ് ടേക്സ് കൺട്രോൾ. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു അനലൈസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹയർ ടൈം ഫ്രെയിം അനലൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ഫ്രഷ് സപ്ലൈ, അവസാനത്തെ ആ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എന്താവും? ആ ഒരു ഡിമാൻഡ് ടേക്സ് കൺട്രോൾ ആവും. ഓക്കെ, മാർക്കറ്റിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഡിമാൻഡ് ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെല്ലേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 2 അനലൈസിസ് ടൈം ഫ്രെയിം. അതായത് നമ്മൾ 3 ടൈം ഫ്രെയിം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 4 hour നമ്മൾ ഇത്രയും കാര്യങ്ങൾ അനലൈസേഷൻ ചെയ്തു. ഇനി നെക്സ്റ്റ് കാര്യം 1 hour അല്ലെങ്കിൽ 30 minutes അല്ലെങ്കിൽ 50 minutesലോട്ട് ഓക്കെ 50 minutesലോട്ട് നമ്മളിത് മാറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്? മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലുക്ക് ഫോർ ഹയർ ഹൈസ് ഹയർ ലോസ്, അതുപോലെ തന്നെ ലുക്ക് ഫോർ ലോവർ ഹൈസ് ലോവർ ലോസ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് ഈ പറഞ്ഞ ഇത്രയും കാര്യം, ഹയർ ഹൈസ് അല്ലെങ്കിൽ ഹയർ ലോസ് മാർക്കറ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ്? മാർക്കറ്റ് ലോ തന്നു, ഇവിടെ നിന്ന് ഹൈ തന്നു. നമ്മൾ ഈ 4 hour ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു 1 hour ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോ കാണാം, ഹൈ ആണ് മാർക്കറ്റ്, ദെൻ ഒരു ഹയർ ലോ തന്നു, ഹയർ ഹൈ തന്നു, മൂവ് ചെയ്ത മാർക്കറ്റ്. ഓക്കെ, ദെൻ മാർക്കറ്റ് എന്താണ്? ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ദെൻ മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ എന്ന് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എൻട്രി എടുക്കാൻ വേണ്ടി ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചിലരൊക്കെ പറയും മാർക്കറ്റിൻ്റെ ട്രെൻഡ് അവിടെ വലിയ കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ മാർക്കറ്റിൽ ഒരു പ്രൊഫഷണലി ഒരു എൻട്രി എടുക്കണമെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ 4 hourലൂടെ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ നമ്മൾ 1 hourലും ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. 1 hour അല്ലെങ്കിൽ 30 minutes അല്ലെങ്കിൽ 50 minutes. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ബ്രേക്ക് ഔട്ട്, അതായത് ലുക്ക് ഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന കാര്യം മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രെൻഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് നമ്മളുടെ ഒരു അനലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു എൻട്രിയിലോട്ട് പ്രവേശിക്കുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് PD അറൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? മിറ്റിഗേഷൻ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ FEG ആവാം. ഓക്കെ, അല്ലെങ്കിൽ മിറ്റിഗേഷൻ ബ്ലോക്ക് ആവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരാം. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫെയർ വാല്യൂ ഗ്യാപ്സും അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കും ആയിരിക്കും. ഓക്കെ, അതായത് 1 hour 30 minutes അല്ലെങ്കിൽ 50 minutes നമ്മൾ എന്തൊക്കെ നോക്കി? ഒരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ദെൻ നമ്മൾ നോക്കുന്ന കാര്യം എന്താണ്? PDRIs, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ തന്നെ മിറ്റിഗേഷൻ ബ്ലോക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ ട്രെൻഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, മാർക്കറ്റ് ഹൈ തന്നു,
ലോ തന്നു, ഹയർ ഹൈ എന്നു, ഹയർ ലോ തന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഇവിടെ എന്ത് കാണാം? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു FEG ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടൊക്കെ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സപ്ലൈ ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു സപ്ലൈ റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നെക്സ്റ്റ് കാര്യം ലിക്വിഡിറ്റി ഏരിയാസ്. ലിക്വിഡിറ്റി ഏരിയാസ്, എന്തുകൊണ്ട് ലിക്വിഡിറ്റി ഏരിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ലിക്വിഡിറ്റി അതായത് മാർക്കറ്റിലെ ഹൈ മൊമെൻറ്റം. ഓക്കെ, അതായത് മാർക്കറ്റിൽ ഹൈ മൊമെൻറ്റം കിട്ടാൻ മാർക്കറ്റിൽ അത്രയും പെൻഡിങ് ഓർഡേഴ്സ് വേണം, അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് വേണം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിക്വിഡിറ്റി ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ലിക്വിഡിറ്റി ഏരിയാസ് ആക്ട് ലൈക്ക് മാഗ്നറ്റ്സ് ഫോർ പ്രൈസ് ആൻഡ് ദ പ്രൈസ് ഓൾവേസ് ടെൻഡ്സ് ടു മൂവ് ടുവാർഡ്സ് ദം ഇൻ ദ മാർക്കറ്റ്. അതുപോലെ തന്നെ സ്മാർട്ട് മണി ആൻഡ് മാർക്കറ്റ് മേക്കേഴ്സ് യൂസ് ദീസ് ഏരിയാസ് ടു ഫിൽ ദെയർ പൊസിഷൻസ് ആൻഡ് മൂവ് പ്രൈസസ് ഇൻ ദെയർ ഫേവർ. ഓക്കെ, അതായത് ഇവിടെ നിങ്ങളടുത്ത് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏരിയാസ് എന്തുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം? എന്തുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ അത്രയും പെൻഡിങ് ഓർഡേഴ്സ് ഞാൻ എടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സംബന്ധിച്ച് നമ്മളൊരു 3-4 ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ലിക്വിഡിറ്റി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ഒരു എൻട്രി എടുക്കാം, അതായത് കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും അത്രയും പെർഫെക്റ്റായിട്ട് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ആ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം കീ പ്രാക്ടിക്കൽ ആൻഡ് ക്രൂഷ്യൽ ലിക്വിഡിറ്റി ഏരിയാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഏരിയാസിൽ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളുമാണ്. ഓക്കെ, അതായത് ഈക്വൽ ലോസ് ആൻഡ് ഈക്വൽ ഹൈസ്. അതായത് സ്റ്റാറ്റിക് ലിക്വിഡിറ്റി യൂഷ്വലി ബിൽഡപ്പ് ബിനീത്ത് ഈക്വൽ ലോ ആൻഡ് എബോ ഈക്വൽ ഹൈസ് ബിക്കോസ് മെനി സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആർ സ്റ്റാക്ക്ഡ് അറൗണ്ട് ദീസ് ഏരിയാസ്. അതായത് മാർക്കറ്റിൽ ഒരു ഈക്വൽ ലോസ് അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് തരുമ്പോൾ, അല്ലെങ്കിൽ ഈക്വൽ ഹൈസിൻ്റെ മുകളിലായിട്ടൊരു സപ്ലൈ ലെവല്, ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ലോസിന് താഴെയായിട്ടുള്ള ഡിമാൻഡ്സ് ലെവല്, അത്രയും ഒരു ഡിമാൻഡ്സ് ലെവലും ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ എബോ സപ്ലൈ ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ അത്രത്തോളം പെൻഡിങ് ഓർഡേഴ്സാണ് ആ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ട്. കാര്യം മാർക്കറ്റ് ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ ഈക്വൽ ലോസ് എന്ന് പറയുന്നത് അവിടെ സപ്ലൈ അതിന് മുകളിൽ അല്ലെങ്കിൽ അതിന് താഴെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ മാർക്കറ്റ് അത്രയും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം എന്താണ് ഇവിടെ മാർക്കറ്റ് ഒരു ഈക്വൽ ലോ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഒരു ഈക്വൽ ലോ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂയും FEGയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഏരിയാസ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈക്വൽ ലോയുടെ കാര്യമാണ് പറഞ്ഞത്. മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. സോ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ഇറങ്ങാതെ അതിന് മുകളിലായിട്ട് മാർക്കറ്റ് 2 പ്രാവശ്യം ഈക്വൽ ലോസ് വന്നു. അപ്പോൾ ഈക്വൽ ലോസ് മാർക്കറ്റ് തരുമ്പോൾ ആ ഒരു ഈക്വൽ ലോസിന് താഴെയായിട്ട് അത്രയും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അത്രയും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. സോ മാർക്കറ്റ് നെക്സ്റ്റ് ടൈം ആ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈക്വൽ ലോയ്ക്ക് താഴെയുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് ഇറങ്ങിയാൽ മാർക്കറ്റ് അത്രത്തോളം മുകളിലോട്ട് പമ്പ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ഈക്വൽ ലോ അല്ലെങ്കിൽ ഈക്വൽ ഹൈയുടെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി എബോ ഓർ ബിലോ മേജർ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ്. അതായത് സിമിലർ ടു ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോ, ലിക്വിഡിറ്റി ഓൾസോ കളക്ട് ജസ്റ്റ് ബിയോണ്ട് മേജർ സ്വിംഗ് പോയിന്റ്സ് വേർ സ്റ്റോപ്പ് ഓർഡേഴ്സ് ആർ ഹൈഡിങ്. അതായത് മാർക്കറ്റിലെ സ്വിംഗ് ലോ, ഓക്കെ, അല്ലെങ്കിൽ സ്വിംഗ് ഹൈസ്, ഇതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ ലോയുടെ കാര്യം. ഇവിടെ എനിക്ക് ഈക്വൽ ലോ കാണാൻ പറ്റും. ഇവിടെ എന്ത് കാണാൻ പറ്റും? എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, അതായത് ഒരു സ്വിങ്ങിൻ്റെ ഹൈ. ഓക്കെ, അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഏരിയ, അതുപോലെ തന്നെ ഒരു സ്വിങ്ങിൻ്റെ ഹൈ തന്നെയാണ് അവിടെ. ഓക്കെ, ഈ ഒരു കാര്യം ഡൈനാമിക് ലിക്വിഡിറ്റിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അതായത് അതിന് മുകളിലായിട്ട് ഓക്കെ മാർക്കറ്റിൽ പല ആൾക്കാരും അവിടെ വെച്ച് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വെച്ച് പലരും പ്രോഫിറ്റ് മേക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു റേഞ്ച് ആയിരിക്കും ആ ഒരു ലിക്വിഡിറ്റി ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം കാണാം. അത് എന്താണെന്ന് വെച്ചാൽ ഒരു
ട്രെൻഡ് ലൈൻ. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് കാണാം, ഒരു ഈക്വൽ ലോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഇതൊരു പക്ക സ്മാർട്ട് മണി ചാർട്ടാണ്, പക്ക. അതായത് എങ്ങനെ മാർക്കറ്റിൽ സ്മാർട്ട് മണി വർക്കാവുന്നു, അതുപോലെ തന്നെ എങ്ങനെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി, മാർക്കറ്റ് എങ്ങനെ എടുത്ത് പമ്പ് ചെയ്യുന്നു എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡൈനാമിക് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ചാനൽസ്, അതായത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിക്ക് താഴെയായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് SMCയുടെ പ്ലേലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഒരു ഡൈനാമിക് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പാരലൽ ചാനൽസ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈന് താഴെയായിട്ട് അല്ലെങ്കിൽ പാരലൽ ചാനൽസിന് മുകളിലായിട്ടോ താഴെയായിട്ടോ ഒക്കെ എന്ത് കാണാം, നമുക്ക് അത്രയും ഒരു ഓർഡേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയാസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് കാര്യമാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഒരു സ്വിംഗ് ലോയാണ് ഇവിടെ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നിയർ ദ കറണ്ട് പ്രൈസ്, അതായത് ലുക്ക് ഫോർ ലിക്വിഡിറ്റി സ്വീപ്സ് ആൻഡ് സ്റ്റോപ്പ് ഹൺസ് അറൌണ്ട് കീ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസ് ലൈക്ക് മേജർ ഹൈസ് ആൻഡ് മേജർ ലോസ് ഓർ കീ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട്, മാർക്കറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്ന ചില റേഞ്ചസ്, ആ ഒരു റേഞ്ചസിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ ഡിമാൻഡിന് താഴെയായിട്ടോ ഒക്കെ എന്ത് കാണാൻ പറ്റും, ഓർഡേഴ്സ് കാണാൻ പറ്റും. മാർക്കറ്റ് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പമ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ടിൽ ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെ വന്നു, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, കൂടുതലും മാർക്കറ്റ് ഡിമാൻഡ് സോണിൽ എത്തിയിട്ട് വിക്കൊണ്ടായിരിക്കും ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറേയധികം കാര്യങ്ങൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലോ ടൈം ഫ്രെയിമിൻ്റെ കാര്യം നമ്മൾ പറയും. ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോർ ഐഡിയ എന്ന് പറയുന്നത് വെൻ സെൽ സൈഡ് ലിക്വിഡിറ്റി ഗെറ്റ്സ് ക്ലിയർഡ് ഔട്ട് ത്രൂ എ സ്വീപ്പ് ദ പ്രൈസ് ഓഫൺ മൂവ് ടുവാർഡ്സ് ദ ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് വൈസ് വേഴ്സ. അതായത് മാർക്കറ്റ് ഒരു സെൽ സൈഡിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലോട്ട് മൂവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്താണ് അവിടുത്തെ ലോജിക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അതായത് മാർക്കറ്റ് ഒരു സ്വിങ്ങിന് താഴെയായിട്ടുള്ള ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, ഓക്കെ, മാർക്കറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് പോകുന്നത് ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഏരിയാസിലോട്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ചാർട്ടിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്തു. ഇതൊരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, ഒരു സ്വിംഗ് ഹൈ തന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഒരു ട്രിപ്പിൾ ബോട്ടമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ട്രിപ്പിൾ ബോട്ടം തന്നു, ഈക്വൽ ലോ ആണ്. അപ്പോൾ ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ട് എന്തുണ്ടെന്ന് നമുക്കറിയാം, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെന്നറിയാം, ബൈ ഓർഡേഴ്സ് ഉണ്ടെന്നറിയാം. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ദെൻ ഇവിടെ ഒരു ഹൈ തന്നു. ആ ഒരു ഹൈയെ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങി. എന്താണ്, ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങി. അതായത് ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈ, ഓക്കെ, ഈ സ്വിങ്ങിന് ഹൈയിലായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റ് ചെയ്തത്, മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു, ദെൻ ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു. അതിനുള്ള ക്ലിയർ എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യവും നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എൻട്രി ടൈം ഫ്രെയിം എന്ന് പറയുമ്പം നമുക്ക് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ റിവേഴ്സൽ സൈൻസ്, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതുപോലെ തന്നെ PDRIs ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, മിത്തിഗേഷൻ ബ്ലോക്ക്. ഓക്കെ, നമ്മളൊരു 4 അവർ അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നിന്ന് മാർക്കറ്റിനെ കൊണ്ടുവന്ന് ഒരു 5 മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിലോട്ട് മാർക്കറ്റിനെ എത്തിച്ചതിന് ശേഷം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ്സിൽ നമുക്ക് റിവേഴ്സൽ സൈൻസ് കിട്ടണം. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് PDRIs അല്ലെങ്കിൽ അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് അല്ലെങ്കിൽ മിതിഗേഷൻ ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്ട്രാ കോൺഫ്ലുവൻസ്, അതായത് എക്സ്ട്രാ കോൺഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടെത്തിച്ചു. ഇതിന് പുറമെ അഡീഷണൽ കൺഫർമേഷൻ.
ഓക്കെ, അതായത് ഒരു എൻട്രി എങ്ങനെയൊക്കെ നമുക്ക് വിൻ റേറ്റ് കൂട്ടി നമുക്ക് ആ ഒരു പ്രോഫിറ്റിലോട്ട് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ക്വാളിറ്റി ഉള്ള എൻട്രി. അതായത് VSR പാറ്റേൺസ്, അല്ലെങ്കിൽ വോളിയം പ്രൊഫൈല്, അല്ലെങ്കിൽ ഫിക്സഡ് റേഞ്ച് വോളിയം, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു VSR പാറ്റേൺസ്, അതുപോലെ തന്നെ വോളിയം പ്രൊഫൈൽസ്, അതുപോലെ ഫിക്സ്ഡ് റേഞ്ച് വോളിയം, ഇതുപോലുള്ള എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് പറയുവാണെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത് കൂടി പോകും. ഓക്കെ, ഇവിടെ ഈ ഒരു ചാർട്ടിൽ നമ്മളിപ്പോൾ ഒരു 4 hour അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ്, ഓക്കെ, സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ മാർക്കറ്റിൽ കൺട്രോൾ എന്ന് നമ്മൾ വാച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു 1 hourലോട്ട് മാർക്കറ്റിനെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റിൽ ഇവിടെ ഹൈ ആണ്, അല്ലെങ്കിൽ ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്, ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്, ദെൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം. അതിന് ശേഷം ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. അങ്ങനെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നാൽ എന്താണ്, മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലായിട്ട് എന്ത് ക്രിയേറ്റ് ആവും, ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും. ആ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താലോ ബയേഴ്സാണ് കൺട്രോൾ. ഓക്കെ, അതായത് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, ദെൻ എന്ത് തന്നു, ഒരു ലോവർ ലോ തന്നു, ദെൻ മാർക്കറ്റ് ഏറ്റവും റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് എവിടെയാണ്, ഈ ഒരു സപ്ലൈ OBയിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സപ്ലൈ OBയെ വാച്ച് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 5 minutesലോട്ട് സ്വിച്ച് ചെയ്തു. 5 minutesലോട്ട് സ്വിച്ച് ചെയ്തപ്പം മാർക്കറ്റ് ആ ഒരു താഴത്തെ റേഞ്ചിലായിട്ട് നിന്നിട്ടുണ്ട്, മുകളിലായിട്ട് നമുക്ക് ആ ഒരു വലിയ സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ഓക്കെ, എന്ത് കിട്ടണം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിട്ടൊരു ഈക്വൽ ഹൈ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ഹൈയെ മാർക്കറ്റ് അവിടെ നിന്ന് എടുത്ത് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ എന്താണ് ഇനി നെക്സ്റ്റ് പോകേണ്ടത്, ഒരു PD അറേ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബ്രേക്കർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, അല്ലെങ്കിൽ മിറ്റിഗേഷൻ ബ്ലോക്ക്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബ്രേക്കർ ബ്ലോക്കും അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിരിക്കുന്നത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടിയുണ്ട്. അങ്ങനെ ഗ്യാപ്പ് കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം 5 minutesൽ PD അറേ ബ്രേക്കർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം മാർക്കറ്റ് അവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം. അതായത് സ്വിംഗ് ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, ദെൻ PD അറേ ഒരു ബ്രേക്കർ ബ്ലോക്ക് മാർക്കറ്റ് തന്നു. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങിപ്പോവും. അതാണ് ഈ ഒരു എൻട്രിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചധികം ലെങ്തുള്ള ക്ലാസ്സാണ്. അതായത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു എൻട്രിയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം ലിക്വിഡിറ്റിയുടെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയുടെ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഡൈനാമിക് ലിക്വിഡിറ്റിയുടെ ഒരു പാർട്ട്. ഓക്കെ, അതുപോലെ നമുക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.